കാറ്റത്ത് കിളിക്കൂടിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഹരീഷ് ജോലി കഴിഞ്ഞ് അഖിൽ വീട്ടിലെത്തി ബഹളമുണ്ടാക്കിയത് അവനെ അറിയിക്കാതിരിക്കാൻ സുഭാഷ് ഏട്ടനും കൂട്ടരും ശ്രമിക്കുന്നുണ്ടെങ്കിലും അച്ഛൻ അക്കാര്യം ഹരീഷിനെ അറിയിക്കുന്നുണ്ട്. പ്രേമിക്കുന്ന പെണ്ണിനെ വിടിച്ചിറക്കി കൊണ്ടുവന്ന് കല്യാണം കഴിച്ച് കൂടെ താമസിപ്പിക്കാനുള്ള വഴി കണ്ടെത്തണമെന്നും വീടിനെ കുറിച്ച് അവൻ മോശമായി സംസാരിച്ചെന്നും സുധീഷുമായി വഴക്കും അടിപിടിയുമായെന്നും അച്ഛൻ പറയുന്നത് കേൾക്കെ ആകെ ദേഷ്യം വരുന്ന ഹരീഷും നീതുവിന്റെ വീട്ടിലേക്ക് അത് ചോദിക്കാനായി പോവാൻ തുടങ്ങുന്നുണ്ടെങ്കിലും സുഭാഷ് ഏട്ടൻ അവനെ തടയുകയാ. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, ഇനി അതിൽ കൂടുതൽ പ്രശ്നമുണ്ടാക്കേണ്ടെന്ന് നിധിയും പറയുന്നുണ്ട്. പിന്നീട് അക്കാര്യം ഓർത്ത് ടെൻഷനോടെ നടക്കുന്ന ഹരീഷിന്റെ മൊബൈലിലേക്ക് നീതു വിളിക്കുക. അഖിൽ വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കിയ കാര്യം പറഞ്ഞ് അവളെ കുറ്റപ്പെടുത്തുകയും താക്കീത് നൽകുകയും ചെയ്യുകയാ ഹരീഷ്. പിന്നീട് രാവിലെ സുഭാഷ് ഏട്ടൻ നിധിക്കും നികേഷിനും ചായ കൊണ്ടുകൊടുക്കെ ഹരീഷിനെയും സുധീഷിനെയും കാണാതെ അവർ എവിടെ പോയെന്ന് അന്വേഷിക്കുന്നുണ്ടെങ്കിലും രാവിലെ രണ്ടുപേരും മുറ്റത്ത് നിന്ന് സംസാരിക്കുന്നത് കണ്ടെന്നും പിന്നീട് എങ്ങോട്ട് പോയെന്നും നിധി പറയുന്നുണ്ട്. അവരിനി നീതുവിന്റെ വീട്ടിലേക്ക് വഴക്കുണ്ടാക്കാനായി പോയതായിരിക്കാമോ എന്ന് സുഭാഷ് ഏട്ടനും തന്റെ സംശയം പരിഭ്രമത്തോടെ പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആവില്ലെന്ന് നിധി സുഭാഷ് ഏട്ടനെ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും ചിലപ്പോൾ സുഭാഷ് ഏട്ടൻ പറഞ്ഞതുപോലെ അവർ രണ്ടുപേരും നീതുവിന്റെ വീട്ടിലേക്ക് തന്നെ പോയിട്ടുണ്ടാവുമെന്ന് നികേഷും തന്റെ സംശയം പറയുകയാ. അപ്പോഴേക്കും സുധീഷും ഹരീഷും നീതുവിന്റെ വീട്ടിലെത്തിയിരുന്നു. അവരെ കണ്ട് നീതുവിന്റെ അച്ഛൻ വഴക്കു പറഞ്ഞ് ഇറക്കി വിടാൻ നോക്കുന്നുണ്ടെങ്കിലും ഹരീഷിനെ കണ്ട് നീതു സന്തോഷത്തോടെ അങ്ങോട്ട് ഓടി വരികയാ. അവളുടെ സന്തോഷം കണ്ട് അവൾ വിളിച്ചു വരുത്തിയതാണോ അവളെ എന്ന് അമ്മ ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിലും താൻ വീട്ടിലില്ലാത്ത സമയത്ത് തന്റെ വീട്ടിലെത്തി വഴക്കുണ്ടാക്കിയതുപോലെ ഇങ്ങോട്ട് കയറി വന്നപ്പോ നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടോ എന്ന് ഹരീഷും ചോദിക്കുകയാ. അപ്പോഴേക്കും അഖിൽ അങ്ങോട്ട് ചെന്നതിനെ ചോദ്യം ചെയ്ത് ഹരീഷിനെ അടിക്കാനായി ചെല്ലുന്നുണ്ടെങ്കിലും സുധീഷ് അവനെ തടയുകയാ. താനില്ലാത്ത സമയത്ത് തന്റെ വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കിയത് എന്തിനാണെന്ന് ഹരീഷ് ചോദിക്കെ കടയിലേക്ക് വന്ന് തന്റെ മോളോട് സംസാരിക്കരുതെന്ന് താൻ പറഞ്ഞതല്ലേ എന്നും വീണ്ടും അതുതന്നെ തുടർന്നാൽ തന്റെ മകൻ വെറുതെ ഇരിക്കില്ലെന്നും നീതുവിന്റെ അച്ഛൻ പറയുന്നുണ്ട്. അവൻ നീതുവിനോട് സംസാരിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ലെന്നും അക്കാര്യം പറയാനാണ് അഖിൽ വീട്ടിൽ വന്നതെന്നും അതിനു പകരം തങ്ങളുടെ വീട്ടിലേക്ക് ഇടിച്ചു കയറി വന്ന് ബഹളം ഉണ്ടാക്കുകയാണോ വേണ്ടതെന്നും നീതുവിന്റെ അമ്മയും ചോദിക്കുന്നുണ്ട്. തനിക്ക് നീതുവിനെ ഇഷ്ടമാണെന്നും അവൾക്ക് തന്നെ ഇഷ്ടമായതുകൊണ്ട് സംസാരിക്കുന്നത് നിർത്തില്ലെന്നും ഇഷ്ടമല്ലെന്ന് പറഞ്ഞ സംസാരം ഉടനെ നിർത്താമെന്നും ഹരീഷ് പറയുന്നത് കേൾക്കെ സന്തോഷത്തോടെ തനിക്ക് ഹരീഷിനെ ഇഷ്ടമാണെന്ന് നീതുവും വിളിച്ചു പറയുന്നുണ്ട്. അഖിൽ നീതുവിനെ വഴക്കു പറഞ്ഞ് തന്റെ മുന്നിൽ വെച്ച് അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞ ഹരീഷിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. അവർ തമ്മിൽ വഴക്കാകുമ്പോഴേക്കും നീതുവിന്റെ അച്ഛനും തന്റെ ഓട്ടോ യൂണിയൻ തൊഴിലാളികളെ ഒന്ന് വിളിച്ചാൽ ഇങ്ങോട്ട് പാഞ്ഞെത്തുമെന്നും അത് നിങ്ങൾക്കത്ര നല്ലതല്ലെന്നും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആരെ വേണമെങ്കിലും വിളിക്കാനും എന്താ ചെയ്യുന്നതെന്ന് കാണാലോ എന്നും സുധീഷും വെല്ലുവിളിക്കുക. അവരെ ഒന്നും വിളിക്കേണ്ടെന്ന് അച്ഛനോട് പറഞ്ഞ് അഖിലും ഹരീഷിനോടായി ഇനി മുതൽ തന്റെ അനിയത്തിയെ കാണാനോ സംസാരിക്കാനോ പാടില്ലെന്ന് വാണിംഗ് നൽകുന്നുണ്ട്. അത് നിന്റെ അനിയത്തി പറയട്ടെ എന്ന് ഹരീഷ് പറയേ താൻ ഉറപ്പായും കാണാൻ വരുമെന്ന് നീതുവും പറയുന്നുണ്ട്. അത് കേൾക്കെ അഖിലും ദേഷ്യത്തോടെ അവളെ അടിക്കാനായി ചെല്ലുന്നുണ്ടെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അടിക്കാൻ ചെല്ലുന്നത് എന്തിനാണെന്ന് ചോദിച്ച് ഹരീഷും അവനെ വഴക്കു പറയുകയാ. സുധീഷും വീടാകെയൊന്ന് നോക്കി അവരുടെ വീടിനെ പറ്റി മോശം പറഞ്ഞ് ഇതുപോലെ ഒരു ചെറിയ വാടക വീട്ടിലാണോ നിങ്ങൾ താമസിക്കുന്നതെന്ന് അവനെ പരിഹസിക്കുകയാ. ഞങ്ങൾ സ്വന്തം വീട്ടിലാണ് താമസിക്കുന്നതെന്നും ഇതുപോലൊരു വാടക വീട്ടിൽ താമസിച്ചാണോ ഞങ്ങളുടെ വീടിനെ കുറിച്ച് മോശം പറയാൻ വന്നതെന്നും സുധീഷ് ചോദിക്കുന്നത് കേൾക്കെ നീതുവിനും അത് ഇഷ്ടമാകാതെ ദേഷ്യം വരികയാ. വീട്ടിലേക്ക് കയറി വന്ന് അവരെ അപമാനിക്കുന്നതിനെ പറ്റി അമ്മയും അവളോട് പറയേ അവൾ ദേഷ്യത്തോടെ ഹരീഷിനോട് ചേട്ടന്റെ സംസാരം നിർത്താൻ പറയുന്നുണ്ട്. തന്റെ വീട്ടിൽ വന്ന് നീതുവിന്റെ ചേട്ടൻ ചീത്ത വിളിച്ചില്ലേ, അതുപോലെ സുധീഷ് ചേട്ടനും തിരിച്ചു പറയാനുള്ള അധികാരമുണ്ടെന്ന് ഹരീഷും ഓർമ്മിപ്പിക്കുകയാണ്. അവരോട് നീതുവിന്റെ അച്ഛൻ ഇറങ്ങി പോവാനായി അപേക്ഷിക്കുന്നത് ഇഷ്ടമാവാതെ അഖിൽ സുധീഷിനെ അടിക്കാനായി ചെല്ലുന്നുണ്ടെങ്കിലും സുധീഷ് അവനെ പിടിച്ച് തള്ളുകയാ. തന്റെ മോനെ അടിച്ചു വീഴ്ത്തിയതിനെ പറ്റി നീതുവിനോട് അമ്മ ദേഷ്യപ്പെടേ അവൾ ഹരീഷിനോട് സുധീഷിനേട്ടനെ വിളിച്ചുകൊണ്ട് ഇറങ്ങിപ്പോവാൻ പറയുകയാ. അത് കേട്ട് ഹരീഷും സുധീഷിനെയും കൊണ്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും നീതുവും അവരുടെ അരികിലേക്ക് ചെന്ന് ഇത് കുറച്ച് കൂടിപ്പോയിന്ന് അവനോടായി പറയുമ്പോഴേക്കും അമ്മ അകത്തുനിന്ന് അവളെ വിളിക്കുകയാ. അത് കേൾക്കെ അവളും അകത്തേക്ക് ഓടി പോകുമ്പോഴേക്കും സുധീഷേട്ടൻ കുറച്ച് ഓവറായോ എന്ന് ഹരീഷ് ചോദിക്കുന്നുണ്ട്. അവന്മാർ വീട്ടിൽ വന്നു ബഹളമുണ്ടാക്കിയത് വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ വെറും സാമ്പിൾ മാത്രമാണെന്നും വണ്ടി എടുക്കെന്നും പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കുക സുധീഷും. അകത്തേക്ക് കയറി വന്ന നീതുവിനോടായി അമ്മയും ചോദിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഗുണ്ടകൾ താമസിക്കുന്ന ഒരു മോശം വീട്ടിലാണോ നീ താമസിക്കാൻ പോകുന്നതെന്ന്. അച്ഛനും പറയുന്നുണ്ട് നിന്നെ വഴക്കു പറഞ്ഞിട്ടും അടിച്ചിട്ടും ഒന്നും കാര്യമുണ്ടായില്ല. ഇപ്പോ വീട്ടിൽ കയറി വന്ന് കാണിച്ച ഈ അതിക്രമം കണ്ടെങ്കിലും ഉചിതമായ ഒരു തീരുമാനത്തിലെത്തണമെന്ന് അച്ഛനും അവളെ വഴക്കു പറയുകയാ. അവളും തിരിച്ചൊന്നും മറുപടി പറയാതെ തന്റെ റൂമിലേക്ക് കയറി പോവുകയാ.
പിന്നീട് ഹരീഷും സുധീഷും വീട്ടിലെത്തുമ്പോഴേക്കും അവരെ കണ്ട് സുഭാഷ് ഏട്ടനും രാവിലെ തന്നെ എങ്ങോട്ട് പോയതാണെന്ന് അന്വേഷിക്കുന്നുണ്ട്. ഒരു പരുങ്ങലോടെ ജോഗിങ്ങിന് പോയതാണെന്ന് സുധീഷും ഹരീഷും പറയേ എന്തോ മറയ്ക്കുന്നുണ്ടെന്ന് മുഖം കണ്ടാൽ തന്നെ അറിയാം. എങ്ങോട്ടാണ് പോയതെന്ന് സുഭാഷ് ഏട്ടൻ വീണ്ടും ചോദിക്കുക. ഇങ്ങനെ ചോദ്യം ചെയ്യാൻ തങ്ങൾ ചെറിയ കുട്ടികളല്ലെന്ന് പറഞ്ഞ് സുഭാഷ് ഏട്ടനോട് ചായ കൊണ്ടുവരാൻ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാ സുധീഷും ഹരീഷും. സുഭാഷ് ചായ എടുക്കാനായി പോകുമ്പോഴേക്കും നീതുവിന്റെ വീട്ടിലേക്കാണോ പോയതെന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്. അത് കേൾക്കെ പരിഭ്രമത്തോടെ നിന്നോട് ആരാടാ പറഞ്ഞതെന്ന് സുധീഷ് ചോദിക്കേ. അപ്പോ അങ്ങോട്ട് തന്നെയാണല്ലേ പോയതെന്ന് നികേഷ് വീണ്ടും ചോദിക്കുക. ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടില്ലെന്നും പോവാത്ത സ്ഥലത്തേക്ക് പോയിന്ന് ആരാ പറഞ്ഞതെന്ന് ചോദിച്ചതാണെന്നും സുധീഷ് പറയേ. തനിക്ക് അക്കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെന്ന് നികേഷും പറയുന്നുണ്ട്. നമുക്കൊരു വിലയും തരാത്ത ആ വീട്ടിലേക്ക് ഞങ്ങൾ എന്തിനു പോണം എന്ന് പറഞ്ഞ് ഹരീഷും ഒഴിഞ്ഞു മാറുകയാ. സുഭാഷ് ഏട്ടൻ അവർക്ക് ചായ കൊണ്ടു കൊടുക്കുമ്പോഴാണ് ഓട്ടോയിൽ നീതുവിന്റെ അച്ഛനും അമ്മയും അങ്ങോട്ടെത്തുന്നത്. ആരാ വന്നതെന്ന് ഉമ്മറത്തിരിക്കുന്ന ഭാസ്കരൻ സംശയത്തോടെ നോക്കിയിരിക്കെ നീതുവിന്റെ അച്ഛനും അമ്മയും ദേഷ്യത്തോടെ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി വരികയാ. എന്നും എന്റെ വീട്ടിലേക്കാണല്ലോ വരുന്നത്, എന്താ കാര്യമെന്ന് ഭാസ്കരൻ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ മക്കൾ വീട്ടിൽ അടങ്ങിയിരിക്കുകയായിരുന്നുവെങ്കിൽ എനിക്കിങ്ങോട്ട് വരേണ്ട കാര്യമില്ലായിരുന്നുവെന്ന് ചന്ദ്രനും പറയുന്നുണ്ട്. എന്റെ മക്കൾ എന്തു ചെയ്തെന്നാ എന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോഴേക്കും പുറത്തെ ബഹളം കേട്ട് എന്താ പുറത്തൊരു ബഹളമെന്ന് ചോദിച്ച് സുഭാഷും മുറ്റത്തേക്ക് ഇറങ്ങി ചെല്ലുകയാ. പുറകെ ഹരീഷും കൂട്ടരും ഇറങ്ങി വരുന്നുണ്ട്. എന്താ എന്തു പറ്റി, എന്തിനാ ഇപ്പോ ഇങ്ങോട്ട് വന്നതെന്ന് സുഭാഷ് ചോദിക്കേ. തന്റെ വീട്ടിൽ വന്ന് ഹരീഷും സുധീഷും ബഹളമുണ്ടാക്കിയ കാര്യമെല്ലാം നീതുവിന്റെ അച്ഛൻ പറയുന്നുണ്ട്. അതുകൾക്ക് സുഭാഷും ദേഷ്യത്തോടെ ഹരീഷിനെയും സുധീഷിനെയും നോക്കുകയാ. നമ്മുടെ വീട്ടിൽ വന്ന് ബഹളമുണ്ടാക്കിയ പിന്നെ വെറുതെ ഇരിക്കണോ എന്ന് ഹരീഷ് ചോദിക്കേ. നിങ്ങൾ വലിയ രാജകുടുംബത്തിലെ പോലെ ഇങ്ങോട്ട് വന്ന് ബഹളമുണ്ടാക്കിയതല്ലേ, അത് കേട്ട് ഞങ്ങൾ മിണ്ടാതെ വായും പൂട്ടി ഇരിക്കണം. ആ രാജകുടുംബം എങ്ങനെ ഇരിക്കുന്നു എന്ന് ഞങ്ങൾക്കും ഒന്ന് അറിയണ്ടേ. ചെന്ന് കണ്ടപ്പോഴല്ലേ ചെറിയൊരു വാടക വീട്, എന്നിട്ടാ ഞങ്ങളുടെ വീടിനെ കുറിച്ച് മോശം പറയാൻ വന്നത് എന്ന് സുധീഷ് പരിഹസിക്കേ. ഞങ്ങളുടെ വീട് കാണാൻ ചെറുതാണെങ്കിലും അഭിമാനത്തോടു കൂടിയാ ഞങ്ങൾ ജീവിക്കുന്നത്, അല്ലാതെ നിങ്ങളെപ്പോലെയല്ല എന്ന് നീതുവിന്റെ അമ്മയും പറയുകയാ. അത് കേട്ട് ഭാസ്കരനും അതെ, ഞങ്ങൾ അങ്ങനെ അഭിമാനമില്ലാത്തവരാ. ഇവിടെ താമസിക്കുന്നവരെല്ലാം 10-15 കൊലക്കേസും മോഷണ കേസിലും എല്ലാം പ്രതികളാ. ചുമ്മാ ഓരോന്ന് പറയാതെ പോവാൻ നോക്ക് എന്ന് പറയുകയാണ്. അത് കേട്ട് നീതുവിന്റെ അച്ഛനും മര്യാദയോടെ സംസാരിക്കണമെന്ന് പറഞ്ഞ് ഭാസ്കരനും നേരെ വിരൽ ചൂണ്ടി ചെല്ലുമ്പോഴേക്കും ഭാസ്കരനും നീ എന്നെ എന്തു ചെയ്യുമെന്ന് ചോദിച്ച് വഴക്കിടുകയാണ്. സുഭാഷും അച്ഛനെ ഒരു വിധത്തിൽ പിടിച്ചു മാറ്റി. ഇപ്പോ എന്ത് നടന്നതിനെ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നതെന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. താനും ഹരീഷും നീതുവിന്റെ വീട്ടിലേക്ക് പോയെന്നും നമ്മുടെ വീട് മോശമാണെന്ന് പറഞ്ഞ അവരുടെ വീട് എങ്ങനെയുണ്ടെന്ന് കാണണമല്ലോ. അതൊരു ചെറിയ വാടക വീടാ സുഭാഷ് ഏട്ടാ. നമ്മുടെ വീടും പറമ്പും ഏക്കർ കണക്കിനല്ലേ, അതൊരു തീപ്പെട്ടിക്കൂട് പോലുള്ളൊരു വീട്, എന്നിട്ട് ഇവിടെ വന്ന് അഹങ്കാരത്തോടെ സംസാരവും എന്ന് സുധീഷ് പറയുന്നത് ഇഷ്ടമാവാതെ എന്തിനു വീണ്ടും വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വീട് ചെറുതാണെങ്കിലും ഞങ്ങളുടെ വീടിനെ കുറിച്ച് ഇതുവരെ നാട്ടുകാരും മോശം പറഞ്ഞിട്ടില്ലെന്ന് നീതുവിന്റെ അമ്മയും പറയുകയാണ്. അത് കേട്ട് ഭാസ്കരനും കടം വാങ്ങിച്ചവർ ചന്ദ്രന്റെ വീട്ടുമുറ്റത്ത് ചെന്ന് വഴക്കുണ്ടാക്കിയതെല്ലാം പറഞ്ഞ് അവരെ പരിഹസിക്കുകയാ. താനതിന് തിരിച്ച് പ്രതികരിക്കാത്തത് വയസ്സിന് മൂത്തതാണെന്ന് ഓർത്താണെന്ന് നീതുവിന്റെ അച്ഛൻ പറയേ. തലയിലും മീശയിലും താടിയിലുമെല്ലാം ഡൈ അടിച്ചു വന്ന് എന്നെ വയസ്സിനെന്ന് വിളിക്കുന്നു എന്ന് ഭാസ്കരനും ചോദിക്കുക. അതുകൾക്ക് നീതുവിന്റെ അച്ഛൻ വീണ്ടും ഭാസ്കരനെ അടിക്കാനായി ചെല്ലുന്നുണ്ടെങ്കിലും സുഭാഷും കൂട്ടരും പിടിച്ചു മാറ്റുകയാ. നീതുവിന്റെ അമ്മയും ദേഷ്യത്തോടെ പറയുന്നുണ്ട്, നിങ്ങളെപ്പോലുള്ളവരോട് വഴക്കു കൂടുന്നത് തന്നെ ഞങ്ങൾക്ക് അപമാനമാണ്. നിങ്ങളുടെ മോനെ മര്യാദയ്ക്ക് നിർത്തുന്നു. ആദ്യം നിങ്ങളുടെ മോളെ മര്യാദ പഠിപ്പിക്കേ, എന്നിട്ട് ഇവിടെ വന്ന് ഭീഷണിപ്പെടുത്തുന്ന ഭാസ്കരനും പറയുക. ഞങ്ങളുടെ മോളെ നിലയ്ക്ക് നിർത്താൻ ഞങ്ങൾക്കറിയാം, അതിനെന്താ ചെയ്യേണ്ടതെന്നും ഞങ്ങൾക്കറിയാം. ഇനി മുതൽ ഇവൻ എന്റെ മോളെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യരുത് എന്ന് നീതുവിന്റെ അമ്മ തീർത്തു പറയേ. അവൾ എന്നെ തേടി വരുമ്പോ ഞാൻ എന്തിന് അവളെ കാണാൻ പോണം? അവൾ എന്നെ തേടി എന്റെ കടയിലേക്ക് വരികയാണെങ്കിൽ ഉറപ്പായും കാണുകയും സംസാരിക്കുകയും ചെയ്യും എന്ന് ഹരീഷും തീർത്തു പറയുകയാണ്. അവൾ നിന്റെ അടുത്തേക്ക് വരാതെ ഞങ്ങൾ നോക്കിക്കോളാം എന്നവളുടെ അമ്മ പറയേ. അവൾ പുറത്തിറങ്ങി വന്ന് ഹരീഷിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞ ആരെതിർത്താലും ഈ കല്യാണം ഞങ്ങൾ നടത്തിയിരിക്കുമെന്ന് സുധീഷും വെല്ലുവിളിക്കുകയാണ്. എന്ത് കല്യാണം നടത്തുമെന്നോ? ഒരു പെണ്ണിന് വന്ന് താമസിക്കാൻ പറ്റിയതാണോ ഈ വീട്? ഈ വീട്ടിലേക്ക് കയറി വന്ന ഏതെങ്കിലും ഒരു പെണ്ണ് ഇവിടെ സ്ഥിരമായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നിധുവിന്റെ അമ്മ ചോദിക്കുന്നതുകൾക്ക് ഉമ്മറത്ത് നിൽക്കുകയായിരുന്ന നിധിക്കും ആകെ ടെൻഷൻ ആവുകയാ. അത്രയ്ക്ക് മോശപ്പെട്ടൊരു വീടല്ലേ ഇത്? ഈ വീടിനെ കുറിച്ച് നാട്ടിലുള്ള ഒരാളെങ്കിലും നല്ലത് പറഞ്ഞിട്ടുണ്ടോ? ശാപം പിടിച്ച ഒരു വീടാ ഇത്. ഈ വീട്ടിലേക്കാണോ എന്റെ മോളെ കല്യാണം കഴിച്ച് വിടേണ്ടത് എന്ന് നിധുവിന്റെ അമ്മ പരിഹസിക്കുന്നതുകൾക്ക് ഭാസ്കരനും ചോദിക്കുന്നുണ്ട്. എന്റെ മകന്റെയും മരുമകളുടെയും കല്യാണം കഴിഞ്ഞ് ഈ വീട്ടിൽ നാട്ടുകാരെ എല്ലാം വിളിച്ചുകൂട്ടി ഒരു റിസപ്ഷൻ നടത്തിയിരുന്നു. നാട്ടിലുള്ള ആൾക്കാരെല്ലാം വന്ന് ആ റിസപ്ഷനിൽ പങ്കെടുത്തു. നിങ്ങൾ രണ്ടുപേരും എവിടെ പോയതായിരുന്നു എന്ന് ഭാസ്കരൻ ചോദിക്കേ. നാട്ടുകാർ വന്നതൊക്കെ കണക്ക് തന്നെയാ.
നിങ്ങളുടെ കുടുംബത്തിൽ ഒരു നല്ല കാര്യം നടക്കുന്നത് സത്യം തന്നെയാണോ എന്ന് വിശ്വാസമില്ലാതെ വന്നവരവര്, നിങ്ങളുടെ നാശം കാണാനായി വന്നവർ. ഇങ്ങനെയുള്ള ശാപം പിടിച്ച വീട്ടിലേക്ക് എന്റെ മോളെ പറഞ്ഞയക്കാൻ എനിക്ക് മനസ്സില്ല. ഇതിനു വേണ്ടിയാണോ ഞാൻ അവളെ ഇത്രയും കാലം കഷ്ടപ്പെട്ട് വളർത്തിയത് എന്നൊക്കെ നീതുവിന്റെ അമ്മ പറയുന്നത് ഇഷ്ടമാവാതെ സുധീഷ് അവരെ ചോദ്യം ചെയ്യുമ്പോഴേക്കും എല്ലാവരും കൂടി വീണ്ടും വഴക്കും ബഹളവും ആവുകയാ. ഇതെല്ലാം കണ്ട് ടെൻഷനോടെ ഉമ്മറത്ത് നിൽക്കുകയായിരുന്ന നിധിയും അവരോട് വഴക്കു കൂടുന്ന സുധീഷിനെ പിടിച്ചു വലിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാ. എന്താ നിധി ചെയ്യുന്നത്? അവളുടെ അമ്മ നമ്മളെ അപമാനിച്ച് സംസാരിക്കുന്നത് കണ്ടില്ലേ? നീ എന്തിനാ എന്നെ ഇങ്ങോട്ട് പിടിച്ചു വലിച്ചുകൊണ്ട് വന്നത് എന്ന് സുധീഷ് ചോദിക്കേ. ആ താലി എവിടെ എന്ന് നിധി ചോദിക്കുക. അമ്പരപ്പോടെ ഏത് താലി എന്ന് സുധീഷ് ചോദിക്കേ. എന്റെ കഴുത്തിൽ ഉണ്ടായിരുന്ന താലി എവിടെ എന്ന് നിധി ചോദിക്കേ. അതല്ലേ അഴിച്ച് എന്റെ കയ്യിൽ തന്നതെന്ന് സുധീഷും ചോദിക്കുക. അത് തന്നെ, അതെവിടെയെന്ന് നിധി ചോദിക്കേ. അതെന്തിനാ ഇപ്പോ എന്ന് സുധീഷും. എവിടെയെന്നല്ലേ ചോദിച്ചത് എന്ന് നിധിയും ദേഷ്യത്തോടെ ചോദിക്കേ. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് സുധീഷ് റൂമിലേക്ക് പോവുകയാ. പുറത്തപ്പോഴും നീതുവിന്റെ അച്ഛനും അമ്മയും സുഭാഷും കൂട്ടരും ബഹളം വെച്ചുകൊണ്ടിരിക്കുക. സുധീഷ് തന്റെ ബാഗുമായി അങ്ങോട്ട് വന്ന് കുറെ കവറുകളും അതിനുള്ളിൽ ബോക്സും വീണ്ടും കവറും ബോക്സും എല്ലാം തുറക്കുന്നത് കണ്ട് ഇതെന്തിനാ ഇത്രയും കവറുകളും ബോക്സുകളും എല്ലാം എന്ന് നിധി ചോദിക്കുന്നുണ്ട്. ഇത് 916 ഗോൾഡ് അല്ലേ? അതും നിധിയുടെ കഴുത്തിലിട്ടത് സേഫായി എടുത്തു വെക്കേണ്ടതല്ലേ? അതാ ഇങ്ങനെ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചത് എന്ന് പറഞ്ഞ് ആ പൊതി അഴിക്കാൻ തുടങ്ങുകയാ. നീതുവിന്റെ അമ്മ അപ്പോഴും അവിടെ സുഭാഷിനെയും കൂട്ടരെയും പരിഹസിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ ശാപം പിടിച്ചൊരു വീട്ടിലേക്കാണോ എന്റെ മോൾ മരുമകളായി വന്ന് കയറേണ്ടത്? ആരും നിങ്ങൾക്കൊരു പെണ്ണിനെ തരില്ലെന്നറിഞ്ഞ് നല്ല കുടുംബത്തെ കണ്ടുപിടിച്ച് ലവ് ചെയ്ത് സെറ്റിൽ ആകണമെന്ന് പറഞ്ഞ് ചൊല്ലി വളർത്തിയതാണോ എന്ന് നീതുവിന്റെ അമ്മ ചോദിക്കേ. അതെ, അങ്ങനെ ചൊല്ലിക്കൊടുത്ത് വളർത്തിയത് തന്നെയാ. തിരുവിതാംകൂർ മഹാരാജാവിന്റെ കുടുംബമാണല്ലോ. എന്റെ മോന്റെ കടയിൽ വന്നിരുന്ന് ഓരോന്നും പറഞ്ഞ് പാട്ടിലാക്കിയതും പോരാ, വായി തോന്നിയതെല്ലാം വിളിച്ചു പറയുന്നു എന്ന് ഭാസ്കരനും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ മകൾ എങ്ങോട്ട് വന്ന് എന്നെ പ്രേമിച്ചതാണെന്ന് ഹരീഷ് പറയേ. അവൾ അങ്ങോട്ട് വന്നെന്ന് കരുതി നീ ലവ് ചെയ്യണോ? അർഹതയില്ലാത്തവനാണെന്ന ബോധം നിനക്കും വേണ്ടേ എന്ന് നീതുവിന്റെ അമ്മയും പരിഹസിക്കുന്നുണ്ട്. അപ്പോഴേക്കും സുധീഷ് അവിടെ ബോക്സുകളെല്ലാം തുറന്ന് ആ താലി എടുക്കുകയാ. അവൻ ആ താലി കയ്യിലെടുത്ത്, ഇപ്പൊ ഇതെന്തിനാ ചോദിച്ചത്? പണയം വെക്കാൻ പോകുന്നു, അതോ വിൽക്കാൻ പോകുന്നു? അല്ലെങ്കിൽ ഇത് വെച്ച് ഹരീഷിന്റെ കല്യാണം നടത്താൻ പോകുന്നു? പക്ഷേ നീതു ഇവിടെ ഇല്ലല്ലോ എന്ന് സുധീഷ് ചോദിക്കേ. കുറച്ചു നേരം ഒന്ന് വായടച്ച് മിണ്ടാതിരിക്കോ? അതിങ്ങോട്ട് തായെന്ന് പറഞ്ഞ് അവൾ ആ താലിമാല പിടിച്ചെടുത്ത് തന്റെ കഴുത്തിലേക്ക് ഇടുകയാ. ആകെ അമ്പരപ്പോടെയും സന്തോഷത്തോടെയും സുധീഷും ആ കാഴ്ച നോക്കി നിൽപ്പാ. അവനും അമ്പരപ്പോടെ, എന്താ നിധി, അഴിച്ചു തന്നതല്ലേ, തിരിച്ചിട്ടത് എന്തിനാ എന്ന് ചോദിക്കേ. വാ ഇങ്ങോട്ടെന്ന് പറഞ്ഞ് നിധി പുറത്തേക്ക് ഇറങ്ങി പോവുകയാ. അവൾ വഴക്ക് കൂടിക്കൊണ്ടിരിക്കുന്ന അവരുടെ അടുത്തേക്ക് ഇറങ്ങി ചെന്ന്, നിർത്താനാ പറഞ്ഞത്, എന്താ നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിക്കേ. സുഭാഷ് ഏട്ടൻ അവളെ തടയാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും സുഭാഷ് ഏട്ടൻ മിണ്ടാതിരിക്കേ. ഇനി ആരും മിണ്ടാൻ പാടില്ല, ഇതുവരെ എല്ലാവരും പറയുകയല്ലായിരുന്നോ, ഇനി ഞാൻ പറയാം എന്ന് പറയേ. എല്ലാവരും ഒന്നും മിണ്ടാതെ അവളെ തന്നെ നോക്കി നിൽപ്പാ. ഈ വീടിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഒരു പെണ്ണ് ഈ വീട്ടിൽ താമസിക്കുന്നില്ല, അതല്ലേ? ഞാൻ ഇവിടെയല്ലേ താമസിക്കുന്നത്? സുധീഷിനെ കല്യാണം കഴിച്ചിട്ട് മാസങ്ങളായി. ഞാനിവിടെ സന്തോഷത്തോടെയല്ലേ താമസിക്കുന്നത്. ഞാൻ വന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും എന്താ എന്നോട് പറഞ്ഞത്? അധികകാലം ഈ വീട്ടിൽ താമസിക്കില്ല, ഓടിപ്പോകുമെന്നല്ലേ? പക്ഷേ ഇപ്പോഴും ഞാൻ ഈ വീട്ടിൽ തന്നെയാ താമസിക്കുന്നത്. നിങ്ങളൊരു അന്തസ്സുള്ള കുടുംബത്തിലാണെന്ന് പറഞ്ഞില്ലേ? അതുപോലെ അന്തസ്സുള്ളൊരു കുടുംബത്തിൽ നിന്ന് തന്നെയാ ഞാനും വന്നത്. അച്ഛനും അമ്മയും ചേട്ടനും ചേട്ടത്തിയും എല്ലാം അടങ്ങുന്ന ഒരു കുടുംബത്തിൽ നിന്ന് എല്ലാവരെയും ഉപേക്ഷിച്ചാ ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നത്. പൊന്നുപോലെയാ ഇവരെന്നെ സംരക്ഷിക്കുന്നത് എന്നവൾ പറയുന്നത് കേൾക്കെ സന്തോഷത്തോടെ സുധീഷും, നികേഷേ താലിയെല്ലാം കഴുത്തിലണിഞ്ഞ് പറയുന്നത് കണ്ടോ? എന്റെ ഭാര്യയായി നിന്ന അവൾ സംസാരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അവൾ പറയുന്നത് കേട്ട് സുഭാഷും ഹരീഷുമെല്ലാം അമ്പരപ്പോടെ അവളെ തന്നെ നോക്കി നിൽപ്പാ. ഞാനിവിടെ നല്ലതുപോലെയല്ലേ താമസിക്കുന്നത്. ഒരു ദിവസം പോലും എനിക്കിവിടെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. കല്യാണം കഴിഞ്ഞു വന്ന സമയത്തൊക്കെ ഈ നാട്ടുകാരെല്ലാം ഈ വീടിനെ പറ്റി എന്നോട് മോശപ്പെട്ട ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. നാട്ടുകാർ പറയുന്നതെല്ലാം ഇല്ല കഥകളാ. ഈ വീട്ടിൽ ഒരു പെണ്ണ് താമസിക്കില്ലെന്ന് പറയുന്നത് വെറും നുണകളാ. അച്ഛൻ കുറച്ചു കാലം തെറ്റായ രീതിയിൽ നടന്നു, അതെല്ലാം പഴയ കഥകളല്ലേ. ഈ വീട്ടിൽ ഇത്രയും കാലം താമസിച്ച ഞാൻ പറയുന്നു, ഒരു പെണ്ണിനെ ഈ വീട്ടിൽ വന്ന് സന്തോഷത്തോടെ ഇരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ വേറെ എവിടെയും സന്തോഷത്തോടെ ജീവിക്കാൻ അവൾക്ക് കഴിയില്ല എന്നവൾ പറയുന്നത് കേൾക്കെ സന്തോഷത്തോടെ അവളെ തന്നെ നോക്കി നിൽപ്പാൻ സുഭാഷും ഹരീഷും സുധീഷും അച്ഛനുമെല്ലാം. ഞാനിവിടെ സന്തോഷത്തോടെ ജീവിക്കുന്നത്, ഇവരെല്ലാം അത്രയ്ക്ക് സ്നേഹത്തോടെയാ എന്നോട് പെരുമാറുന്നത് എന്നവൾ പറയേ. നീ ഇവിടെ സന്തോഷമായിരിക്കുന്നു എന്ന് കരുതി എന്റെ മോളെ ഈ വീട്ടിലേക്ക് അയക്കണമെന്ന് നിർബന്ധമുണ്ടോ എന്ന് നീതുവിന്റെ അമ്മയും ചോദിക്കുക. നിങ്ങളുടെ മോളെ നിങ്ങൾ ഈ വീട്ടിലേക്ക് അയക്കുകയോ അയക്കാതിരിക്കുകയോ എന്ത് വേണേലും ചെയ്യുക, അതല്ല ഇപ്പോഴത്തെ പ്രശ്നം. ഈ വീടിനെ പറ്റി ഇനി മോശം പറയരുത്. ഈ വീട് കാണാൻ മോശമാണെങ്കിലും ഇവിടെ പ്രശ്നമാണെന്ന് പറയരുത്. എന്ന് ഞാൻ സുധീഷിനെ വിവാഹം ചെയ്ത് ഈ വീട്ടിലേക്ക് വന്നോ,
അന്ന് മുതൽ ഈ വീടിനെ പറ്റി പറഞ്ഞു കേൾക്കുന്നതെല്ലാം നുണകളായി മാറി. അവൾ പറയുന്നത് കേൾക്കെ സുധീഷിനും പ്രണയത്തിന്റെ പനിനീർ പൂക്കൾ തലയിൽ വീഴുന്നത് പോലെ അനുഭൂതി ഉണ്ടാവുകയാ. അത് കേൾക്കെ സുഭാഷേട്ടനും കൂട്ടർക്കും സന്തോഷമാവുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ ഇവിടേക്ക് കല്യാണം കഴിച്ചയക്കാൻ ഇഷ്ടമല്ലെങ്കിൽ, നിങ്ങളുടെ മോൾ ഇവിടെ ജീവിക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ അവളെ പറഞ്ഞ് ഉപദേശിക്കേ. അല്ലാതെ കല്യാണം കഴിച്ചു കൊടുക്കാൻ ഇഷ്ടമല്ലാത്തത് ഈ വീടിന്റെ മോശപ്പേരാണെന്ന് പറയരുത്. ഇനി ഒരു പക്ഷേ നിങ്ങളുടെ മോളെ നിങ്ങൾ ഹരീഷിന് കല്യാണം കഴിച്ചു കൊടുത്താൽ അവൻ അവളെ പൊന്നുപോലെ നോക്കും. സുഭാഷേട്ടൻ സ്വന്തം അനിയത്തി പോലെ അവളെ സംരക്ഷിക്കും. നികേഷ് സ്വന്തം ഏട്ടത്തി അമ്മയായി അവളെ കാണും. ഇപ്പൊ നിങ്ങളോട് വഴക്കിട്ട സുധീഷും നിങ്ങളുടെ മോൾ ഈ വീട്ടിലേക്ക് വന്നാ എങ്ങനെ നോക്കുമെന്നറിയാമോ? ഇങ്ങനെയുള്ളൊരു വീട്ടിൽ മോൾ ജീവിക്കുന്നതിൽ എന്ത് തെറ്റാ നിങ്ങൾ കാണുന്നത്? നിങ്ങൾക്ക് അത് ഇഷ്ടമല്ലെങ്കിൽ അത് നിങ്ങളുടെ മാത്രം പ്രശ്നമാ. അത് നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങൾ തീർക്കേണ്ട പ്രശ്നം. അതിനിവിടെ വന്ന് ബഹളമുണ്ടാക്കേണ്ട കാര്യമെന്താ? എന്താ നിങ്ങൾ പറഞ്ഞത്? ഈ നാട്ടിൽ ഇതുപോലെ മോശപ്പെട്ട ഒരു വീടില്ലെന്നോ? ഞാൻ പറയുന്നു, ഈ വീട്ടിലെ മരുമകളായ ഞാൻ പറയുകയാ, സുധീഷിന്റെ വൈഫായ ഞാൻ പറയുകയാ, ഇങ്ങനെ ഒരു നല്ല വീട് ഈ നാട്ടിൽ തന്നെ ഉണ്ടാവില്ല എന്നവൾ പറയുന്നത് കേൾക്കെ സുധീഷിനും കൂട്ടർക്കും സന്തോഷമാവുകയാ. സുഭാഷേട്ടൻ അവളെ അമ്പരപ്പോടെ നോക്കി നിൽക്കുകയാ. അതിന് ഞങ്ങൾ എന്ത് വേണം എന്ന് നീതുവിന്റെ അമ്മ ചോദിക്കേ. നിങ്ങൾ നിങ്ങളുടെ മോളെ ഇങ്ങോട്ട് കല്യാണം കഴിപ്പിച്ച് അയക്കുകയോ ഇരിക്കാതിരിക്കുകയോ ചെയ്യാം. പക്ഷേ ഈ വീടിന്റെ മുന്നിൽ വന്നു നിന്നിങ്ങനെ മോശം പറയുന്നത് നിർത്തിയേക്കണം. ഇനി ഈ വീടിനെ പറ്റി ഈ നാട്ടുകാരോ നിങ്ങളോ മോശം പറയുന്നത് ഞാൻ കേട്ടാലുണ്ടല്ലോ, അതിൽ ഇവർക്ക് ഉണ്ടാവുന്ന അപമാനവും കണ്ട് ഞാൻ വെറുതെ ഇരിക്കുമെന്ന് കരുതണ്ട. ഇല്ലാത്തൊരു വിഷയത്തെപ്പറ്റി പറഞ്ഞ് ഈ നാട് മൊത്തം സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, അതിന്നത്തോടെ തീരണം. ഇനി ഈ വീടിനെ പറ്റി ആരെങ്കിലും മോശം പറഞ്ഞാലുണ്ടല്ലോ, അപ്പൊ കാണിച്ചു തരാം. പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങാൻ നോക്ക് എന്ന് നിധി പറയെ ദേഷ്യത്തോടെ അവളെ തന്നെ നോക്കി നിൽക്കുക നീതുവിന്റെ അമ്മയും. ഇറങ്ങാനല്ലേ പറഞ്ഞത് എന്ന് നിധി വീണ്ടും വിളിച്ചു പറയേ. നീതുവിന്റെ അച്ഛൻ അമ്മയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാ. എല്ലാവരും അവർ പോകുന്നത് നോക്കി നിൽക്കെ സുധീഷ് സന്തോഷത്തോടെ ഹരീഷിനൊരു ഉമ്മ കൊടുക്കുകയാ. സുഭാഷും സ്നേഹത്തോടെ നിധിയെ നോക്കി നിൽക്കേ. ഇവരിങ്ങനെ മോശം സംസാരിക്കുന്നതും കേട്ട് ഇനിയും എനിക്കിങ്ങനെ മിണ്ടാതിരിക്കാൻ വയ്യ സുഭാഷേട്ടാ. ഇനിയും ആരെങ്കിലും ഈ പേരും പറഞ്ഞു വരട്ടെ, അവർക്കെല്ലാം ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് നിധി അകത്തേക്ക് കയറി പോവുകയാ. അത് കണ്ട് സന്തോഷത്തോടെ സുധീഷും നികേഷിനും സുഭാഷേട്ടനുമെല്ലാം ഉമ്മ കൊടുക്കുകയാ. കണ്ടില്ലേ സുഭാഷേട്ടാ, എന്റെ ഭാര്യ അത് താലിയെല്ലാം കഴുത്തിൽ അണിഞ്ഞു വന്ന് പറഞ്ഞത് കേട്ടില്ലേ? എനിക്ക് നിലത്ത് നിൽക്കാൻ പറ്റുന്നില്ല സുഭാഷേട്ടാ എന്ന് പറഞ്ഞ് തുള്ളിച്ചാടി വീണ്ടും സുഭാഷേട്ടനെ സന്തോഷത്തോടെ ഉമ്മ വയ്ക്കുകയാണ്. എല്ലാവരെയും സന്തോഷത്തോടെ ചേർത്ത് പിടിച്ച് കണ്ടില്ലേ, അവൾ എൻ്റെ കയ്യിൽ നിന്നും താലി വാങ്ങി കഴുത്തിൽ അണിഞ്ഞു, അവൾ എൻ്റെ ഭാര്യ സുഭാഷേട്ടാ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ നിൽപ്പാ സുധീഷും. ഇത്രയുമാണ് ഈ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.